വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കരണങ്ങളും ഉയരാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യും. വാക്ക് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മൾ ആരെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇരുവട്ടം ആലോചിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് അവരുടെ മനസ്സിൽ ചോര കിനിയുന്നുണ്ടാകും. തളർന്നു വീണത് കണ്ടാൽ ചിരിക്കാൻ പലരുമുണ്ടാകും. എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണം എന്ന് ബോധ്യമുണ്ടാകുന്നത്. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. മനുഷ്യരുടെ സ്വഭാവം രണ്ടു തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറിയില്ലെങ്കിൽ അകൽച്ചയുണ്ടാകും. ഒരിക്കൽ നിങ്ങളോട് കടുത്ത ശത്രുത ഉണ്ടായിരുന്നവരുമായി പിണക്കം മാറിയാലും അധികം അടുത്ത് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവസരത്തിനൊത്ത് വാക്കുകൾ മാറ്റി പറയുന്നവരെയും സ്വഭാവം മാറുന്നവരെയും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹം ഉള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നമ്മെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ നാം അത് തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാത്ത 4 കാര്യങ്ങൾ: നഷ്ടപ്പെട്ടുപോയ സമയം, പറഞ്ഞുപോയ വാക്കുകൾ, കഴിഞ്ഞുപോയ ജീവിതം, നഷ്ടപ്പെട്ടുപോയ അവസരങ്ങൾ എന്നിവയാണ്. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്നവർ, അവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യും. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണ്. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന സാന്ത്വന വാക്കിന് ചിലപ്പോൾ ഒരു ജീവൻ്റെ വില തന്നെ ഉണ്ടാകും. ഇഷ്ടമുള്ളതിനെ ചേർത്ത് പിടിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതിയും ഇഷ്ടമില്ലാത്തതിനെ ചേർത്ത് പിടിക്കേണ്ടി വരുമ്പോഴുള്ള നിസ്സഹായ അവസ്ഥയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചില നഷ്ടങ്ങളുടെ വേദന തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒരുപാട് കടന്നുപോയിരിക്കും. അപ്പോഴേക്കും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിലും ദൂരത്തേക്ക് ആ നഷ്ടവും അകന്നുപോയിട്ടുണ്ടാവും. നമ്മുടെ മുഖത്ത് നോക്കി നല്ലത് പറയുകയും മറ്റുള്ളവരോട് നമ്മളെപ്പറ്റി മോശമായി പറയുകയും ചെയ്യുന്നവരിൽ നിന്നും അകലം പാലിക്കുക. ചിലർ വെറുതെ വിജയം സ്വപ്നം കണ്ടു കിടക്കുന്നു. മറ്റു ചിലരാകട്ടെ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്ത് സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമാവുക. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. സ്നേഹത്തിന് വേണ്ടി ആരുടെ മുമ്പിലും യാചിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി കൂട്ടുകൂടുകയും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്.